മൂന്നാം ബലാത്സംഗ പരാതിയിൽ റിമാൻഡിൽ കഴിയുന്ന പാലക്കാടിന്റെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി വരുന്ന ദിവസമാണെന്ന് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷ തള്ളിയാൽ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് രാഹുലിന്റെ അഭിഭാഷകരുടെ തീരുമാനം. അമലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. അമലെ, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായകമായ ദിവസമാണ്. എന്ത് പ്രതീക്ഷിക്കണം? വെരി ഗുഡ് മോർണിംഗ് സേതു. ഏതായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി തന്നെ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ് ഈ കേസിന്റെ ചരിത്രമെല്ലാം. അങ്ങനെയുള്ള ഒരു കേസിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു വിധി പ്രസ്താവം ഇപ്പോൾ തിരുവല്ല കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് വരാനിരിക്കുന്നത്. ഏതായാലും ജാമ്യത്തിനുള്ള സാധ്യതകൾ തീരെ കുറവാണെന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇന്ന് ജാമ്യം അനുവദിക്കണമെങ്കിൽ ഈ അറസ്റ്റ്, അതായത് പാലക്കാട് നിന്ന് രഹസ്യാത്മകമായിട്ട് അന്വേഷണ സംഘം രാഹുലിനെ കസ്റ്റഡി എടുക്കുകയും പിന്നീട് പത്തനംതിട്ട AR ക്യാമ്പിൽ കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത ഈ കേസിൽ ജാമ്യം ലഭിക്കണമെങ്കിൽ ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കുവാൻ പ്രതിഭാഗത്തിന് സാധിക്കണം. പക്ഷേ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കുവാൻ പ്രതിഭാഗത്തിന് കഴിയുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വാദങ്ങളിൽ നിന്നും മറ്റുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും അങ്ങനെ സാധിക്കാത്തതിനാൽ തന്നെയാണ് കസ്റ്റഡിയിൽ വിടുവാൻ, പോലീസ് കസ്റ്റഡിയിൽ 3 ദിവസത്തേക്ക് വിടുവാൻ തന്നെ അന്ന് തീരുമാനമുണ്ടായത്. അപ്പോൾ ഏതായാലും ഈ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ സെഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ വിശദമായിട്ടുള്ള വാദം തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേൾക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി രാഹുലിന്റെ അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാർ ചില ഡിജിറ്റൽ രേഖകളെല്ലാം കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി. അതിൽ പ്രധാന വാട്സപ്പ് ചാറ്റുകളും, അതായത് ഈ പരാതിക്കാരിയുമായി രാഹുലിനുണ്ടായ വാട്സപ്പ് ചാറ്റുകളും പരാതിക്കാരിയുടെ ഒരു ശബ്ദ സന്ദേശവുമാണ്. ഇത് രാഹുലിന് അനുകൂലമായിട്ടുള്ളതാണ് എന്നാണ് പ്രതിഭാഗം പറയുന്നത്. എന്നാൽ പ്രോസിക്യൂഷൻ പറയുന്നത് ഇത്തരത്തിൽ രാഹുലിന് അനുകൂലമായ ഘടകമില്ല, രാഹുലിന് ജാമ്യം അനുവദിക്കാൻ സാധിക്കില്ല. രാഹുലിന് ജാമ്യം അനുവദിച്ചാൽ അത് പരാതിക്കാരിയുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന കാര്യമാണ്, കേസിനെ പ്രതികൂലമായി ബാധിക്കും, രാഹുലിനെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോ കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കാത്തിരും തന്നെ അറിയാം.